നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ അകത്ത് വരുന്ന ഒരു കുഞ്ഞു പോർഷനാണ് മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്ന് പറയുന്നത്. റിവൈൻഡ് ചെയ്ത് പഠിക്കാൻ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ആദ്യം നമുക്ക് എന്താ ഓറെന്ന് നോക്കാം. ഓർ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട മെറ്റീരിയലിന് നാച്ചുറലായിട്ട് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അഗ്രിഗേറ്റ്സാണ് ഓറെന്ന് പറയുന്നത്. അതായത് ആ അഗ്രിഗേറ്റ്സിന് അവിടെ ആ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് സെവറൽ പ്രോസസ്സിൽ കൂടി കടത്തി വിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്താണ് എടുക്കുന്നത്, നമുക്കിപ്പോൾ അയണാണ് വേണ്ടത്, ഇരുമ്പാണ് ആവശ്യമെങ്കിൽ അത് ഇപ്പോൾ നാച്ചുറലി എവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഏത് ഫോമാറ്റിലാണെന്ന് നോക്കി അവയെ കൊണ്ടുവന്ന് കുറേ പ്രോസസ്സ് ചെയ്തതിന് ശേഷം പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ അയൺ നമുക്ക് എടുക്കുന്നു. ഇനി എന്താണ് ഗ്യാങ് എന്ന് പറയുന്നത്? ഈ ഓറിൽ നമ്മൾ ഓർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ പ്യുവറായിട്ട് നമുക്ക് ആ മെറ്റീരിയൽ മാത്രമല്ലല്ലോ കിട്ടുന്നത്, ആ മെറ്റൽ മാത്രമല്ലല്ലോ കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണും. അവയാണ്, ആ ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗ്യാങ് എന്ന് വിളിക്കുന്നത്. സാധാരണയായി മെറ്റൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫെറസ് മെറ്റൽസും നോൺ ഫെറസ് മെറ്റൽസും. ഫെറസ് മെറ്റൽസിൽ എന്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്? അയണിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അവയ്ക്ക് എക്സാമ്പിളാണ് പിഗ് അയൺ, കാസ്റ്റ് അയൺ, റോട്ട് അയൺ, സ്റ്റീൽ തുടങ്ങിയവ. ഇവ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിഗ് അയണും കാസ്റ്റ് അയണും റോട്ട് അയണും സ്റ്റീലും ഒക്കെ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് അയൺ ഓറുകൾ, അയണിൻ്റെ പ്രധാനപ്പെട്ട ഓറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അയൺ ഓറിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് വരുന്നത് മാഗ്നറ്റൈറ്റ് ആണ്. മാഗ്നറ്റൈറ്റ് അതിൻ്റെ അത് വേറൊരു പേരെന്ന് പറയുന്നത് ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ എന്നാണ് വിളിക്കുന്നത്. ബ്ലാക്ക് ഓക്സൈഡ് ഓഫ് അയൺ അതെന്ന് പറയുന്നത് 70 to 73% കോൺസ്റ്റൻ്റ് ഉണ്ട്. ഏറ്റവും മാക്സിമം അളവിൽ അയൺ അടങ്ങിയിരിക്കുന്നത് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഓറിലാണ്. രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ ഹെമറ്റൈറ്റ് ആണ്. ഹെമറ്റൈറ്റിൽ റെഡ് ഓക്സൈഡ് ഓഫ് അയൺ എന്നാണ് അതിന് വിളിക്കുന്നത്. അതിൻ്റെ ശതമാനം 65 to 70% വരെ അയൺ കണ്ടൻ്റ് ഉണ്ട്. ദെൻ അതിനുശേഷം ലിമണൈറ്റ്, ബ്രൗൺ ഓക്സൈഡ് എന്ന് വിളിക്കുന്നു, 60% ആണ് അയൺ കണ്ടൻറ്റ്. പൈറൈറ്റ്, സൾഫൈഡ് ഓഫ് അയൺ എന്നാണ് വിളിക്കുക, 45 to 47% ആണ് അതിലെ അയൺ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സിഡറൈറ്റ്. സിഡറൈറ്റ് നമ്മൾ റീസെൻ്റ് ആയിട്ട് ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് സിഡറൈറ്റ്. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് അയൺ കണ്ടൻറ്റ് എന്നായിരുന്നു ചോദ്യം. 40% ആയിരുന്നു. അതിൻ്റെ വേറൊരു പേര് കാർബണേറ്റ് ഓഫ് അയൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ അയൺ ഓസിൻ്റെ ആ അതായത് ഹയർ ഓർഡർ ടു ലോവർ ഓർഡർ എത്ര പെർസെൻറ്റേജ് അയൺ ഉണ്ട് എന്നുള്ള രീതിക്കാണ് നിലവിലിപ്പോൾ തന്നിരിക്കുന്നത്. അതിൻ്റെ അതേ അളവിൽ തന്നെ അയൺ കണ്ടൻറ്റും എത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഓർഡർ അതുപോലെ പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും മെറ്റൽസ് എന്ന് പറയുന്നത് സിലബസിലുള്ള ഒരു പോർഷൻ ആണെങ്കിൽ ഇതിൽ വെയിറ്റേജ് ഈ ഒരു പോർഷൻ, അതായത് ടൈപ്സ് ഓഫ് അയണോസും അതിൻ്റെ അയൺ പെർസെൻറ്റേജിനും കൂടുതലാണ്. അപ്പോൾ നമ്മളത് റിവൈസ് ചെയ്യുമ്പോൾ സിലബസ് അനുസരിച്ച് വേണം നമ്മൾ ഏത് എക്സാമിന് റിവൈസ് ചെയ്യാൻ. ആ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ആദ്യത്തെ ഈ മെറ്റൽസ് ആൻഡ് അലോയ്സിൽ ആദ്യത്തെ ഒരു പോർഷനാണ് ടൈപ്സ് ഓഫ് അയണോസ്. താങ്ക് യു.